തെക്കേ ഗോപുരനടയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, അങ്ങനെ പൂരവിളംബരത്തിലേക്ക് കടക്കുകയാണ്. വലിയ ആവേശമുണ്ട് അവിടെ. വിവരങ്ങൾ വിപിൻ. ഉന്മേഷ്, ഈ ജനസഞ്ചയം സാക്ഷി ഇപ്പോൾ ഇതാ തെക്കേ ഗോപുരനടയിലേക്കാണ് എല്ലാ കണ്ണുകളും ഉള്ളത്. കാരണം അതിലൂടെയാണ് എറണാകുളം ശിവകുമാർ ഈ നെതിലക്കാമ്മയുടെ തിടമ്പുമായി അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ തെക്കേ ഗോപുരനട തുറക്കുന്ന ആ ഒരൊറ്റ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ആളുകൾ എത്രയോ മണിക്കൂറുകൾ മുൻപ് തന്നെ വന്ന് കാത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിലപാട് തറയിലേക്ക് ഈ വഴി തന്നെയാണ് പോവുക. നിലപാട് തറയിലേക്ക് പോയി അവിടെ നിന്ന് ആചാരവെടിക്ക് ശേഷം 3 തവണ ശംഖ് വിളിക്കുന്നതോടു കൂടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്ന, മലയാളികളല്ല ലോകം മുഴുവൻ കാത്തിരിക്കുന്ന തൃശ്ശൂർ പൂരത്തിന് തുടക്കമാവുക. അതിനുള്ള കാത്തിരിപ്പിലാണ്, ആ ഒരു പൂര വിളംബരത്തിനുള്ള ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത്രത്തോളം ഇപ്പോൾ ഇതാ സ്വരാജ് റൗണ്ട് പൂർണ്ണമായും ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. അവിടെ പോലീസ് കെട്ടിയിട്ടുള്ള ഒരു ബാനുണ്ട്. അതിനപ്പുറത്തേക്ക് പോവാതിരിക്കുന്നതിന് വേണ്ടി അവിടെയാണ് ഈ ആളുകളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എവിടുന്നാണ് ചേരുന്നത്? എല്ലാ തവണയും കരുവാങ്കാട് എല്ലാ തവണയും വരാറുണ്ടോ? ഈ ഒരൊറ്റ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണോ? നാളെ എത്ര മണിക്ക് എത്തും? നാളെ വൈകിട്ടേ വരുള്ളൂ. അതെന്തെറ്റി രാവിലെ വരണ്ടേ? കാലത്ത് നല്ല തിരക്കുണ്ടാവില്ലേ? സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഓണത്തിന് മുൻപ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇങ്ങനെ തൃശ്ശൂർക്കാർ ആ പൂരവിളംബരത്തിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് തന്നെ പറയാം. കാരണം അത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന, മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം തൃശ്ശൂർ പൂരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് നമ്മൾ മലയാളികൾ എവിടെ പോയാലും നമ്മളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി തന്നെ പറയാം, ഞങ്ങൾക്ക് ഇതാ തൃശ്ശൂർ പൂരമുണ്ടല്ലോ എന്ന്. അത്രത്തോളം വലിയ സന്തോഷം നൽകുന്ന അതാണ്. അതിലേക്ക് ഇത് പൂരവിളംബരം ആണ് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം ഈ ഒരു പൂരവിളംബരം നടത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു വിശ്രമമില്ലാത്തത് ഒരു നേരമാണെന്ന് തന്നെ പറയാം. കാരണം എവിടെ നോക്കിയാലും ഉത്സവത്തിൻ്റെ ഛായ മാത്രമാണ് ഉള്ളത്. കാരണം പാണ്ടിമേളം കേൾക്കുന്നവർക്ക് അതാകാം, അല്ലെങ്കിൽ വെടിക്കെട്ട് കാണുന്നവർക്ക് അതിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കുടമാറ്റമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്. അങ്ങനെ ഓരോ ആളുകളെ സംബന്ധിച്ചും ഓരോ സവിശേഷതകൾ നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി അതിരാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിയിരിക്കുന്നു. തെക്കേ ഗോപുരനട എറണാകുളം ശിവകുമാർ എന്നുള്ള കൊമ്പൻ, അത് കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കൊമ്പനാണ് എന്നുണ്ടെങ്കിലും അത് തൃശ്ശൂരിൻ്റെ സ്വന്തം കൊമ്പനായി മാറുന്ന ഒരു നിമിഷം കൂടിയാണ് ഈ ഒരു നേരം എന്ന് പറയുന്നത്. അപ്പോൾ നെയ്തലക്കാവലമ്മ ഇവിടെ പൂരം നടത്തട്ടെ എന്നുള്ള സമ്മതം ചോദിച്ചുകൊണ്ട് വടക്കുനാഥനെ വണങ്ങി പുറത്തേക്ക് വരുന്ന കാഴ്ച കാണുന്നതിന് വേണ്ടി ആയിരങ്ങൾ ഇപ്പോൾ തന്നെ തെക്കേ ഗോപുരനടയുടെ മുൻപിൽ നിൽക്കുന്നു. അവിടെ തന്നെയാണ് ഞാനും നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ പാണ്ടിമേളം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അകത്തേക്ക് നെയ്തലക്കാവലമ്മ കയറുന്നു. അനുവാദം ചോദിച്ച് പുറത്തിറങ്ങുന്നതോടുകൂടി പൂരവിളംബരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് ആരംഭിക്കുകയായി. ഉന്മേഷ്. വിപിൻ സി വിജയനും നിഖിൽ പ്രമേഷുമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പൂരപ്രേമികളും ഇപ്പോൾ ആ കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. വലിയ ആവേശമാണ് അവിടെ പൂരനഗരിയിലുള്ളത്.